പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ. ഇന്നുവൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ. കടലാസു തോണിയെ പോലെന്റെ ബാല്യത്തിലൊഴുകുന്നൊരോർമ്മയാണച്ഛൻ. ഉടലാർന്ന കാരുണ്യമച്ഛൻ, കൈവന്ന ഭാഗ്യമാണച്ഛൻ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ചൊല്ലിത്തന്ന മന്ത്രമച്ഛൻ, നാവിലം മിഞ്ഞപ്പാൽ പോൽ മധുരമച്ഛൻ. അച്ഛനായിരുന്നു എനിക്കെല്ലാം. അച്ഛനായിരുന്നു എൻ്റെ എല്ലാം. ഉമ്മറത്തെ ചാരുകസേരയിലിരിക്കുന്ന അച്ഛൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കണ്ണടച്ച് കിടക്കുമ്പോൾ മഹാമാന്ത്രികനായ വാഴക്കുന്നൻ നമ്പൂതിരിയെ പറ്റിയുള്ള അതിശയോക്തി കലർത്തിയ 1000 കഥകളുണ്ടായിരുന്നു അച്ഛന് പറയാൻ. ആ കഥകളാണ് എന്നിൽ മാജിക്കിൻ്റെ മാന്ത്രിക വിത്തുകൾ വിതച്ചത്. 7ാം വയസ്സിൽ ചെറിയമ്മയുടെ മകൻ വിജയേട്ടനിൽ നിന്ന് ഞാൻ മാജിക്കിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങി. RK മലയത്ത്, വാഴക്കുന്നം, കുമാർകളത്തിൽ, സാരംഗ്, സിജാം ജമ്മു തുടങ്ങിയ ഗുരുപരമ്പരകൾ എൻ്റെ മുന്നിൽ മായാജാലക വാതിലുകൾ തുറന്നിട്ടുകൊണ്ടേയിരുന്നു. തോൽവിയോടെയായിരുന്നു എൻ്റെ തുടക്കം. അരങ്ങേറ്റം തന്നെ പാളി. കാണികളുടെ കൂവലുകൾ സഹിക്കാനാവാതെ വേദിയുടെ പിന്നിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, പരാജയങ്ങളിൽ നിന്നേ പാഠങ്ങൾ പഠിക്കാനാവും. ആ വാക്കുകൾ ഒരു ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ വന്നു. വീണ് കിടന്നപ്പോഴെല്ലാം അവ മനസ്സിൽ മുഴങ്ങി. ഞാൻ ജീവിതത്തിൽ തോൽക്കാതെ മുന്നേറുന്ന ഒരു വക്കീലായി കാണണമെന്നായിരുന്നു അച്ഛൻ്റെ ഇഷ്ടം. ആ ആഗ്രഹത്തെ അവഗണിച്ച് ബാംഗ്ലൂരിലെ വക്കീൽ പഠനം വലിച്ചെറിഞ്ഞപ്പോൾ അച്ഛനെ ഞാൻ നിരാശപ്പെടുത്തുകയായിരുന്നു. മാജിക്കിനോടുള്ള അടങ്ങാത്ത മോഹം ഒരു ട്രൂപ്പിന് രൂപം കൊടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. ആദ്യത്തെ പ്രൊഫഷണൽ ഷോ നടത്താൻ ഒരു വേദി കിട്ടാനായി കേരളത്തിലെ പല ദേശങ്ങളിലും അലയേണ്ടി വന്നു. ഒടുവിൽ ഈ കോഴിക്കോട് നഗരത്തിലെ ടാഗോർ തിയേറ്ററിൽ 1987 ഫെബ്രുവരി 20-ാം തീയതി ഇന്ത്യൻ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യ ഷോ അരങ്ങേറി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കടൽ കാട്ടിത്തരാൻ എന്നെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്ന കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വാട്ടർ ടോർച്ചർ എസ്കേപ്പ് മാജിക് കാണിക്കുമ്പോൾ ആളിപ്പടരുന്ന തീയിൽ നിന്നും അപകടം പിണയാതെ എന്നെ പിടിച്ചുയർത്തിയ സ്നേഹസമ്പന്നരായ മനുഷ്യരുടെ കോഴിക്കോട്. ഇതേ കോഴിക്കോട് വെച്ച് തന്നെയാണ് എൻ്റെ എല്ലാമായ അച്ഛൻ എന്നേക്കുമായി വിട പറഞ്ഞത്. PVS ആശുപത്രിയിലെ കിടക്കയിൽ കിടന്നുകൊണ്ട് അച്ഛൻ അമ്മയോട് അവസാനമായി പറഞ്ഞിരുന്നത്രേ, കുട്ടിയുടെ ഇഷ്ടം മാജിക്കാണെങ്കിൽ ഓൻ അതുമായിട്ട് മുന്നോട്ട് പോട്ടെ, പക്ഷേ ഇനി അതും കൂടി ഉപേക്ഷിക്കരുത് എന്ന് ഓനോട് പറയണം. പ്രതിസന്ധികൾ ചുറ്റിലും ആളുമ്പോഴും ഉപേക്ഷിക്കരുത്, ഉപേക്ഷിക്കരുത്, നെവർ ഗിവ് അപ്പ്. അച്ഛൻ്റെ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അന്ന് ടാഗോർ തിയേറ്ററിൽ നിന്ന് തുടങ്ങിയ ആ മാന്ത്രിക യാത്ര വർഷങ്ങളോളം ഞാൻ തുടർന്നു. എത്രയെത്ര രാജ്യങ്ങൾ, ദേശങ്ങൾ, വേദികൾ, ഒന്നും മറക്കാനാവില്ല. ഓർമ്മകൾ തിരമാലകളായി ഉയരുന്നു. എവിടെ നിന്നൊക്കെയോ വേദനയുടെ കാറ്റുകൾ വന്ന് എന്നെ തലോടുന്നു.
നമസ്കാരം. ഇല്യൂഷൻ ടു ഇൻസ്പിറേഷൻ എന്ന പരിപാടിയിലേക്ക് എല്ലാ അതിഥികൾക്കും ഹാർദമായ സ്വാഗതം. ഇതൊരു സാധാരണ ജാലവിദ്യാ പരിപാടിയല്ല. നേരെ മറിച്ച് എനിക്ക് കടപ്പെട്ടവരോട്, അച്ഛനോട്, അമ്മയോട്, എന്നെ വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഗുരുക്കന്മാരോട്, അധ്യാപകരോട്, എൻ്റെ സംഘാംഗങ്ങളോട് നന്ദി പറയുന്ന ഒരു വേദിയാണ് ഇത്. അത്ഭുതമാണ് എല്ലാ രസങ്ങളുടെയും ഉത്ഭവസ്ഥാനം എന്നൊരു ഭാരതീയ സിദ്ധാന്തമുണ്ട്. അത്ഭുതം കാണുമ്പോൾ നമുക്ക് ചിത്തവിസ്താരമുണ്ടാകുന്നു. നമ്മുടെ ചിത്തം വിസ്തൃതമാകുമ്പോൾ നാം കുഞ്ഞുങ്ങളെ പോലെയാകുന്നു. വീണ്ടും വീണ്ടും അത്ഭുതം കാണാൻ കൊതിക്കുന്നു എന്ന് പറയാറുണ്ട്. അത്ഭുത കാഴ്ചകൾ കണ്ടും കേട്ടുമായിരുന്നു എൻ്റെ ബാല്യകാലം. അച്ഛൻ പറഞ്ഞ അത്ഭുത കഥകൾ, ആ കഥകൾ കേട്ട് മാജിക്കിനോടുള്ള സ്വാഭാവികമായ പ്രണയമുണ്ടായത് എൻ്റെ കുഞ്ഞുനാളിലാണ്. 7ാമത്തെ വയസ്സിൽ മാജിക് പഠിക്കുവാൻ തുടങ്ങി. 10ാമത്തെ വയസ്സിൽ ആദ്യത്തെ വേദിയിൽ മാജിക് അവതരിപ്പിച്ചു. അതിനുശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞു. LLBക്ക് 1 കൊല്ലം ബാംഗ്ലൂരിൽ. എല്ലാം കളഞ്ഞ് തിരിച്ചു പോന്നു നാട്ടിലേക്ക്. അപ്പോൾ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. പക്ഷേ പരിപാടി നടത്താൻ വേദി വേണ്ടേ? കേരളത്തിൻ്റെ പല മേഖലകളിലും അലഞ്ഞു നടന്നു. 1987 ഫെബ്രുവരി 20-ാം തീയതി എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ ഷോ കോഴിക്കോട് അരങ്ങേറി. നമ്മൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അന്ന് പരിപാടിക്ക് പേരിട്ടത് മാൻട്രഫോറ എന്നായിരുന്നു. ആ മാൻട്രഫോറയുടെ രംഗങ്ങളിലൂടെയാണ് ആദ്യം നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബാക്ക് ടു മാൻട്രഫോറ. താങ്ക് യു സോ മച്ച്. ഒരു കാലത്ത് ഈ ശൽഭങ്ങളെപ്പോലെ പാരി നടക്കുകയായിരുന്നു ഞങ്ങൾ. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള യാത്ര. പ്രഭാതത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ നിരന്തരമായ പരിശീലനം. കാരണം വേഗതയാണ് മാജിക്കിൻ്റെ ജീവൻ.
A magician's hand should move faster than the eyes of the audience. Yes, that is the scientific principle behind magic. Ladies and gentlemen, next we are coming to one of the fastest magic. So, fasten your seatbelt as we take off to a world of excitement, enchantment, and entertainment. Here we go! Shaking, breaking out. Again, it's pouring, it scratches my skin. So what is wrong with another sin? The bitch is hungry, she needs to tell. So give her inches and feed her well. More days to come, new places to go. I've got to leave it, time on a show. Here I am. Rock you like a hurricane. Here I am. Rock you like a hurricane. My body's burning, it starts to shout. Desire's coming, it breaks out loud. Lost is the cages and storm breaks loose. Just have to make it, we still wanna choose. Night is calling, I have to go. The movie's hungry, he runs the show. He's licking his lips, he's ready to win. Here I am, rock you like a hurricane. I'm ready, rock you like a hurricane. കോഴിക്കോട് എത്രയോ കലാകാരന്മാരെ വളർത്തിയ നഗരം. ആദ്യ ഷോ അവസാനിച്ചതോടെ പ്രോത്സാഹനങ്ങളോടൊപ്പം നിരവധി നിർദ്ദേശങ്ങളും നിരത്തിവെച്ച് കോഴിക്കോട്ടുകാരുടെ കറയറ്റ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. പരിമിതികൾ കാരണം സംഭവിച്ച പാകപ്പിഴകളെപ്പോലും ചിലർ വിമർശനങ്ങളാക്കിയപ്പോൾ അച്ഛൻ്റെ അവസാന വാക്കുകൾ വീണ്ടും കാതിൽ മുഴങ്ങി. ഉപേക്ഷിക്കരുത്, നെവർ ഗിവ് അപ്പ്. വിമർശനങ്ങൾ എനിക്ക് വെളിച്ചമായി, പ്രോത്സാഹനങ്ങൾ പ്രചോദനമായി. ഞാൻ യാത്ര തുടർന്നു. അവതരണങ്ങളുടെ പുതുമകളും പ്രകടനങ്ങളുടെ പ്രമേയങ്ങളും പ്രേക്ഷകർ സ്വീകരിക്കാൻ തുടങ്ങിയതോടെ ഇന്ദ്രജാലത്തിന് ഒരു പുതിയ മാനം കൈവന്നു. ആരൊക്കെയാണ് നമ്മളെ പടവുകൾക്കാരൻ പഠിപ്പിച്ചത്? അച്ഛൻ, അമ്മ. എൻ്റെ അമ്മ ഇന്ന് ഈ ജാലവിദ്യാ പരിപാടി കാണുവാൻ വേണ്ടി ഈ മുന്നിലിരിക്കുന്നു എന്നുള്ളത് എൻ്റെ സൗഭാഗ്യം. ഈ വാക്കു തന്നതെന്നമ്മ, ഈ പാട്ടു തന്നതെന്നമ്മ,
അമ്മയ്ക്ക് തുല്യമായി അമ്മ മാത്രം. ഈ അടയില്ലേ, ഇതിന് പിന്നിലൊരു മാജിക് ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുന്ന മാജിക്ക് അമ്മ കാണിച്ച മാജിക്കാണ്. ഇന്നും അതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛൻ്റെ ഒരു സാധാരണ കർഷകനായതുകൊണ്ട് എന്നും പ്രഭാതത്തിൽ അച്ഛൻ കന്നുകാലികളെ മേച്ചുകൊണ്ട് പാടത്തേക്ക് പോകും. ഉമ്മറത്താണ് അച്ഛൻ ഭക്ഷണം കഴിക്കുക. വീട്ടിൽ ഇളയ മകൻ ഞാനാണ്. അതുകൊണ്ട് എന്നോട് ഇത്തിരി വാത്സല്യം കൂടുതലാണ് അച്ഛന്. അച്ഛൻ അടുക്കളയിലേക്ക് നോക്കി വിളിക്കും, കുട്ടിയേ എന്ന് വിളിക്കും. ഞാൻ ഓടിച്ചെല്ലുമ്പോൾ ഒരു കിണ്ണത്തിൽ ഇത്തിരി പുട്ട്, കടലയിൽ കൂട്ടി കുഴച്ച പുട്ട്, ദോശയാ ചട്നി കൂട്ടി കുഴച്ച ദോശ, ഒരടയുടെ കഷ്ണം, ഇതൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടാവും, അച്ഛൻ്റെ ബാക്കി. പക്ഷേ അന്നൊരു ദിവസം നല്ല മഴ പെയ്യുന്ന ദിവസം അച്ഛൻ പാടത്തേക്ക് പോയി. ഞാൻ ഓടിച്ചെന്നു, കിണ്ണത്തിലൊന്നുമില്ല. ഞാൻ വാവിട്ട് കരഞ്ഞു, അച്ഛൻ്റെ ബാക്കിയില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ അമ്മ ഓടി വന്ന് ഒരു ഇലയെടുത്ത് അതിൻ്റെ മുകളിൽ അച്ചു വെച്ച് തുടക്കുന്ന സമയത്ത് അതിനകത്തുണ്ടൊരു പുട്ടിൻ്റെ കഷ്ണം. എൻ്റെ അമ്മ കാണിച്ച ആദ്യത്തെ മാജിക്ക്, ഞാൻ കണ്ട ആദ്യത്തെ വിസ്മയം. തീർച്ചയായിട്ടും കുട്ടികളുടെ മുമ്പിൽ മാജിക്ക് കാണിക്കാത്ത ആരും ഉണ്ടാവില്ല. അച്ഛൻ്റെ മുമ്പിൽ മാജിക്ക് കാണിക്കുന്ന സമയത്ത് അച്ഛൻ പണ്ട് പറയുമായിരുന്നു, കുട്ടി ഇതൊന്നും വലിയ മാജിക്കല്ല, സ്നേഹമാണ് ഏറ്റവും വലിയ മാജിക്ക്. അന്ന് അച്ഛൻ എന്ത് ചെയ്യും? ഞാൻ പാവ കൊണ്ട് കളിക്കുന്ന സമയത്ത് അതിനൊളിപ്പിച്ച് വയ്ക്കും. പിന്നീട് അച്ഛൻ മറ്റൊരു സ്ഥലത്ത് എടുത്തു തരും, പിന്നെ ചേർത്ത് പിടിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നെക്സ്റ്റ് യു ആർ വാച്ചിങ് ഹിയർ എ ബോണ്ട് ബിറ്റ്വീൻ എ പാരന്റ് ആൻഡ് എ ചൈൽഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം 5 തവണ ഭാരതത്തിന്റെ വിരിമാറിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 2002 വിസ്മയ ഭാരതയാത്ര, 2005 ഗാന്ധി മന്ത്ര, 2007 വിസ്മയ സ്വരാജ് യാത്ര, 2010 മിഷൻ ഇന്ത്യ, ഈ അടുത്ത കാലത്തായി സോഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായി നടത്തിയ
ഇൻക്ലൂസീവ് ഇന്ത്യ. മറക്കാനാവില്ല ആ യാത്രകൾ. ഭാരതം, ഐക്യഭാരതം. നോക്കൂ, എത്ര സുന്ദരമാണ് നമ്മുടെ ഭാരതം. എന്തൊക്കെ വേഷങ്ങൾ, എത്ര ആചാരങ്ങൾ, എന്തൊക്കെ സംസ്കാരങ്ങൾ. നാനാത്വത്തിൽ ഏകത്വം, അതാണ് നമ്മുടെ ഭാരതത്തിന്റെ മഹത്വം. പക്ഷേ നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയെ, ഭാരതത്തിന്റെ ഐക്യത്തെ വെട്ടിക്കീറിക്കൊണ്ട് ഓരോ സാമ്രാജ്യം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളും വിഘടനവാദികളും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ, ഒരു ഭാഗത്ത് ചൈന. ഭാരതത്തെ മുറിച്ചു മാറ്റിക്കൊണ്ട് അവർ ഓരോ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നാം ഭാരതീയർ ഇതുപോലെ ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ ഒരിക്കലും അനുവദിക്കില്ല, ഒരിക്കലും അനുവദിച്ചുകൂടാ. കാരണം നമ്മുടെ ഭാരതം നമ്മുടേതാണ്, ഇന്ത്യ നമ്മുടേതാണ്. ആ ഭാരതത്തെ മുറിക്കുവാൻ നമ്മൾ ഭാരതീയർ അനുവദിക്കില്ല. നമ്മൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, കൈകോർത്ത് വിളിച്ചു പറയുന്നു, ഭാരത് മാതാ കേ. Thank you so much. ഭാരതത്തിന്റെ അഖണ്ഡതയുടെ സന്ദേശം ഉയർത്തിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ മിരിമാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ജാലവിദ്യാ പരിപാടി അവതരിപ്പിച്ചതിൽ ഒരു ജാലവിദ്യ മാത്രമാണ് ഇത്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കടപ്പാട് പറയേണ്ടവരുണ്ട്. അത് എൻ്റെ സംഘാംഗങ്ങളാണ്. ഈ 5 തവണയും ഭാരതത്തിന്റെ മിരിമാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ, 4 മാസക്കാലം യാത്ര ചെയ്യുമ്പോൾ, ഊണും ഉറക്കവും ഉപേക്ഷിച്ച്, വീട്ടുകാരെയും നാട്ടുകാരെയും ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഒട്ടിനിന്നവർ, എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു, മുന്നോട്ട് പോകൂ. ഒരു പക്ഷേ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. പട്ടുകുപ്പായമിട്ട് തിളങ്ങുന്ന കിന്നരി തലപ്പാവ് ധരിച്ച് വേദിയിൽ മാന്ത്രികൻ ഇങ്ങനെ ജാലവിദ്യാ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അതിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന അണിയറയിലെ അത്ഭുത ശില്പികളുണ്ട്. അവരുടെ വിയർപ്പ് ആരും കാണുന്നില്ല എന്നതാണ് വാസ്തവം. അവരെയാണ് ഞാൻ ഹൃദയത്തോട് ചേർത്ത് ഈ അവസരത്തിൽ എൻ്റെ കടപ്പാട് പറയേണ്ടത്. 45 വർഷം മാജിക്കിന്റെ രംഗത്ത് ഞാൻ വിഹരിച്ചു എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടത്, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിഴൽ പോലെ എന്നോടൊപ്പം നിന്ന, എന്നോടൊട്ടി നിന്ന എൻ്റെ പ്രിയപ്പെട്ട സംഘങ്ങളാണ്. Ladies and gentlemen, and next is the magic of shadows.
go? Or shall I stay? 107 light years away. Many times, so many doubts, but no reason to talk about. Mission is over, mission is done. I will miss you, children of the sun. Now it's time to go away. Goodbye, goodbye, Milky Way. ഹോളിവുഡിലെ മാജിക് കാസിലിൽ നിന്ന് വാങ്ങിയ ഹാരി ഹുദിനിയുടെ ദ സീക്രട്സ് ഓഫ് ഹുദിനി എന്ന പുസ്തകം വായിച്ചതോടെ ഹുദിനി എൻ്റെ മാനസഗുരുവായി. എസ്കേപ്പ് ആക്ടുകളുടെ പരമ്പര തുടങ്ങിയത് അപ്പോഴാണ്. ഫയർ എസ്കേപ്പ്, വാട്ടർ ടോർച്ചർ എസ്കേപ്പ്, ലൈഫ് ഓർ ഡെത്ത്, ബുള്ളറ്റ് കാച്ചിങ് എസ്കേപ്പ്, അണ്ടർ വാട്ടർ എസ്കേപ്പ്, അങ്ങനെ തുറന്ന വേദികളുടെ രക്ഷപ്പെടൽ ജാലവിദ്യയുടെ നീണ്ട നിരകൾ. ഓരോന്നിനൊരുങ്ങുമ്പോഴും ഒരിക്കലും നടക്കില്ലെന്ന് തോന്നും. അപ്പോൾ ആ വാക്കുകൾ കാതിലും മനസ്സിലും മുഴങ്ങും. നെവർ ഗിവ് അപ്പ്. നെവർ ഗിവ് അപ്പ്. ഒരു കാലത്ത് എസ്കേപ്പ് ആക്ടുകളുടേതായിരുന്നു എൻ്റെ ലോകം. ഫയർ എസ്കേപ്പ്, വാട്ടർ ടോർച്ചർ എസ്കേപ്പ് തുടങ്ങിയ എസ്കേപ്പ് ആക്ടുകളുടെ പരമ്പരകൾ. പക്ഷേ അന്ന് നേരിട്ട് രണ്ട് പ്രശ്നങ്ങളായിരുന്നു. ഒന്ന്, സാധാരണ ഷോയ്ക്ക് ഓർഗനൈസേഴ്സ് വിളിച്ചു കഴിഞ്ഞാലും അവിടെ ഫയർ എസ്കേപ്പ് ആക്ട് ചെയ്യുമോ വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് ചെയ്യുമോ എന്നുള്ള നിരന്തരമായ ചോദ്യം. രണ്ടാമത്തേത് ഇത്തിരി ഇമോഷണലാണ്. എൻ്റെ ഭാര്യ കവിത, മകൻ വിസ്മയ്. ഓരോ എസ്കേപ്പ് ആക്ടുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും അവരനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങൾ
എപ്പോഴും പറയും ഗോപിയേട്ട വേണ്ട ഗോപിയേട്ട എന്ന് പറയുന്ന എൻ്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാനൊരു തീരുമാനമെടുത്തു, ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള കളി വേണ്ട എന്നുള്ളത്. പക്ഷെ വേദിയിലേക്ക് ഞങ്ങളൊരു ജാലവിദ്യ രൂപപ്പെടുത്തി, അപകടമില്ലാത്ത ഒരു എസ്കേപ്പ് മാജിക്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദാറ്റ് ഈസ് എ ഹുദിനി ബോക്സ്. ഈ മാജിക്കിന് വേണ്ടി എനിക്ക് കാണികളുടെ ഭാഗത്തുനിന്ന് ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. സർ, വൈ ഡോണ്ട് യു കം ടു ദി സ്റ്റേജ്? കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും വിശ്വാസയോഗ്യനായ യാജി ഓഫ് പോലീസ്. നൈസ് ഓഫ് യു സർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു കയ്യടി കൊടുക്കാം. ഹുദിനിയോടുള്ള കടപ്പാട് പറഞ്ഞുകൊണ്ടാണ് മാജിക് അവതരിപ്പിക്കുന്നത്. ബി കെയർഫുൾ ഓൺ ദാറ്റ് സർ. ആൻഡ് ചില കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് എ മെറ്റൽ ലോക്ക്. യു ക്യാൻ ചെക്ക് ദിസ് ലോക്ക് സർ പ്ലീസ്. ഒന്ന് പരിശോധിക്കാം. ലോക്ക് ചെയ്യാം. ഗുഡ് വൺ. യാ, താങ്ക് യു വെരി മച്ച്. ആൻഡ് നെക്സ്റ്റ് ഈസ് എ സാക്ക് മെയ്ഡ് ഓഫ് തിക്ക് ക്ലോത്ത്സ്. ചാക്കാണ്, വളരെ കട്ടിയുള്ള തുണി കൊണ്ട് അടിച്ചുണ്ടാക്കിയതാണ്. ആൻഡ് യു ക്യാൻ ചെക്ക് ഇൻ. ഈസ് ദർ എനി ഹോൾ, എനി ടാപ്പ് ഡോസ്? യു ക്യാൻ ചെക്ക് ഇൻ നൗ. യു ക്യാൻ ചെക്ക് ഇൻ നൗ സർ. കാണികളെല്ലാം താങ്കളെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് ഇൻ നൗ പ്ലീസ്. പെർഫെക്റ്റ്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഈസ് എ ബോക്സ്, എ വുഡൻ ബോക്സ്. ആ ബോക്സ് പരിശോധിക്കാം. സൈഡ്സ്, ടോപ്പ്, ബോട്ടം, എനിവർ ആൻഡ് എവരിവർ. ഓൾ റൈറ്റ്, ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആൻഡ് ഷോ ദി ബാക്ക് സൈഡ്, ഷോ ദി ബാക്ക് സൈഡ് പ്ലീസ്. The other side, the back side. You can check it now, sir. Please check it now. Perfect. Yep. And the bottom side, the bottom side. And Providence College in the stage. It is very, very strong one. All right. Okay. Now, this is your turn, sir. ആദ്യമായി എന്നെ ഈ ചാക്കിനുള്ളിലിട്ട് കെട്ടണം. Then put the sack inside the box. Close it. Lock with the metal locks. You have to hold all the keys with you. Then after 2 seconds, I will just knock on the box. I will call you, sir. At the time, you just open that and release me, sir. All right? Thank you very much. So, my dear friends, are you ready? All right.
താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ആരവം കേട്ടിട്ട് 4 വർഷമായി. ഇന്നൊരിക്കൽ കൂടി എൻ്റെ കോഴിക്കോടിന്റെ ഭാഗത്ത് നിന്നും ഈ ആരവം എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ഹൃദയത്തിൽ ചേർത്ത് താങ്ക് യു സോ മച്ച്. ആൻഡ് യു ക്യാൻ ഓപ്പൺ ദർ സർ, സംതിങ് ഇസ് ദർ ഇൻസൈഡ്. Something inside that is. Thank you. എസ്കേപ്പ് ആക്ടുകൾ അവതരിപ്പിക്കുമ്പോഴുള്ള മാനസിക സംഘർഷം ചെറുതല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവസാന നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിച്ചത് കൊല്ലം കസബ ജയിലിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകളെ ആസ്പദമാക്കി ഞങ്ങളൊരു മാച്ച് അവതരിപ്പിച്ചു. ONV സാറും കാക്കനാടനും ഒക്കെ ഉണ്ടായിരുന്ന സദസ്സാണ്. പരിപാടിക്ക് ഒരാഴ്ച മുമ്പ് അവിടെ ജയിലിൽ പരിശീലനം തുടങ്ങി. ജയിലിൻ്റെ മതിലുകളെ തുളച്ചു പോകുന്ന മാജിക്കാണ്. പക്ഷേ അവസാന ദിവസത്തിൻ്റെ തലേ ദിവസം മാജിക്ക് ചെയ്യേണ്ടതിൻ്റെ തലേ ദിവസം മാജിക്ക് പരാജയപ്പെടുമോ എന്നൊരു ഭയം. രാവിലെ വരെ ഉറക്കമിളച്ചു. സധൈര്യം ആ മാജിക്ക് കാണിച്ചു. വിജയിച്ചു. കാരണം നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യരുടെ പ്രാർത്ഥന എന്നും ഒപ്പമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ആ ജാലവിദ്യ വിജയം. വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും ഇന്ദ്രജാലം സൃഷ്ടിച്ച കോഴിക്കോടിന്റെ മഹാമാന്ത്രികൻ ബേപ്പൂർ സുൽത്താൻ. കാഴ്ചയുടെ മതിലുകൾക്കപ്പുറത്ത് പ്രണയത്തിന്റെ ഭാഷ പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ. എൻ്റെ ഗ്രാമമായ കവളമുക്കട്ടയിലെ വായനശാലയിൽ നിന്ന് ബഷീറിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ് വായനയുടെ വിസ്മയങ്ങൾ ഞാൻ ആദ്യം തൊട്ടറിഞ്ഞത്. കാലം ചെന്നപ്പോൾ ബഷീറിൻ്റെ മതിലുകളും എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികളും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയും ടി പത്മനാഭൻ്റെ ഒടുവിലെത്തപ്പാട്ടും വേലുത്തമ്പി ദളവയുടെ സമരവീര്യവുമൊക്കെ എനിക്ക് ഇന്ദ്രജാല വിഷയങ്ങളായി. ശംഖുപുഷ്പം കണ്ണെഴുതുന്ന സായന്തനങ്ങളിൽ രവിവർമ്മയുടെ ശകുന്തള വേദികൾക്ക് ജീവൻ പകർന്നു. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. സ്വപ്നങ്ങളിൽ നിന്നാണ് ഓരോ ജാലവിദ്യകളും ഉരുത്തിരിയുന്നത്. അസാധ്യം എന്ന് തോന്നുന്ന കാര്യങ്ങളെ സാധ്യമാക്കുന്നതാണ് ഇന്ദ്രജാലം. പക്ഷേ എൻ്റെ അച്ഛനെ ഒരിക്കലെങ്കിലും ഒന്ന് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ
ഒരു ഇന്ദ്രജാലവും എൻ്റെ കയ്യിലില്ല. അച്ഛനോട് പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലുണ്ട്. ഏറ്റവും വിഷമം തോന്നിയത് ഇരിഞ്ഞാലക്കുട പാരിഷ് ഹാളിൽ ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അച്ഛൻ മരിച്ചത്. അന്ന് ഞാൻ ചിന്തിച്ചു, ഒരു ജാലവിദ്യക്കാരനല്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെ കൂടെ എനിക്ക് ഇരിക്കാമായിരുന്നുവല്ലോ എന്ന്. ജാലവിദ്യയെ ഒരു നിമിഷം മാത്രം വെറുത്ത ദിവസം. അച്ഛനോട് പറയുവാൻ ഒരുപാടുണ്ട്. ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ അച്ഛനോട് പറയുവാൻ പലതുമുണ്ട്. എങ്ങനെ എൻ്റെ ചിന്തകൾ മാറി മറിഞ്ഞു, എങ്ങനെ എൻ്റെ ചിന്തകളിൽ മാജിക്കിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലോകം കടന്നു വന്നു. 2016 എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി അവരുടെ ഉന്നമനത്തിനായി മലയാള മനോരമയും സംസ്ഥാന ഗവൺമെൻറ്റും സംഘടിപ്പിച്ചൊരു പരിപാടി കാസർഗോഡ് ടൗൺ ഹാളിൽ. അതുവരെ ഈ ലോകം എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ മേക്കപ്പിട്ട് തൊപ്പി ധരിച്ച് പട്ടുകുപ്പായമിട്ട് ഞാൻ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. മുന്നിലേക്ക് നോക്കുമ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആയിരക്കണക്കിന് കുട്ടികളാണ് വേദിയുടെ മുൻഭാഗത്ത്. വലിയ തലയുള്ളവർ, കണ്ണ് കാണാത്തവർ, കാത് കേൾക്കാത്തവർ. വല്ലാത്തൊരു കാഴ്ചയായിരുന്നത്. എങ്ങനെയൊക്കെയോ ഞാൻ പരിപാടി അവസാനിപ്പിച്ചു. അത്രയും കാലം ആ ലോകം എൻ്റെ ചിന്തയിലില്ലായിരുന്നു. ഉറങ്ങിയില്ലെന്ന്. പിറ്റേ ദിവസം ശൈലജ ടീച്ചർ പോയി കണ്ട ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ഈ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അന്ന് സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ടീച്ചറാണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റിൻ്റെ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ 23 കുട്ടികളെ എനിക്ക് തന്നു. ഒന്നും ചിന്തിച്ചില്ല, ഇത്തിരി മാജിക്ക് പഠിപ്പിക്കണം, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവരുടെ അമ്മമാരുടെ മുഖത്തൊരു ചിരി പടർത്താമല്ലോ എന്ന് കരുതിയാണ് തുടങ്ങിയത്. പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാമോ, തിരുവനന്തപുരത്തുള്ള മാജിക് പ്ലാനറ്റിൽ അവരിൽ ചില കുട്ടികളെങ്കിലും എല്ലാ മാസവും ശമ്പളം മേടിക്കുന്ന എംപ്ലോയീസായിട്ട് അവരെ പെർഫോമേഴ്സായിട്ട് മാറ്റാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. ഇതൊക്കെ അച്ഛനോട് പറയണം, പക്ഷേ എന്ത് ചെയ്യാൻ? അതിനുശേഷം ആ കുട്ടികൾക്ക് വന്ന മാറ്റം CDC മൈക്കോൺസും റെഫർ ചെയ്തു. അവരുടെ IQ EQ ലെവലിൽ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നി, ഈ ലോകത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യുവാനുണ്ട്. മാജിക്ക് കാണിച്ച് നടന്നു കഴിഞ്ഞാൽ അത് എൻ്റെ നേട്ടം, എൻ്റെ മാത്രം നേട്ടം. പക്ഷെ അതല്ല. ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്നതിന് മുമ്പ് നടന്ന വഴികളിൽ എന്തെങ്കിലും കാൽപാദങ്ങൾ പതിച്ചു വെച്ച് ഭിന്നശേഷി മേഖലയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം തുടങ്ങി. ഇന്നവിടെ 200-ലധികം കുട്ടികളുണ്ട്. ഇപ്പോൾ കാസർഗോഡിൻ്റെ മണ്ണിൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നൊരു വലിയ സ്വപ്നം മാത്രം മനസ്സിൽ പേര് നടക്കുകയാണ്. അതുകൊണ്ട് മാജിക്കും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ പ്രസ്ഥാനം നടപ്പിലാവണം. അത് നടപ്പിലായി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് ആശ്വാസമാവും ആ കേന്ദ്രം. നമ്മൾ സാധാരണ പറയാറില്ലേ, യഹൂദി മിനിഹിൻ്റെ വാക്കുകളെപ്പോലെ ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ഗോപിനാഥ് മുതുകാട് മാജിക് അവസാനം കലാകാരൻ എന്ന നിലയ്ക്ക് ഒരു നിർണായക ഘട്ടത്തിൽ ഈ ഒരു കരിയറിന്റെ ഒരു പീക്കിലൊക്കെ നിൽക്കുന്ന പ്രതിഫലം വാങ്ങിയുള്ള ജാലവിദ്യാ പ്രകടനങ്ങൾ ഇനി ഉണ്ടാകില്ല. ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് മുതുകാടിന്റെ ഇല്ലച്ചാ, അച്ഛൻ്റെ കുട്ടി മാജിക്കിനെ ഉപേക്ഷിച്ചിട്ടില്ല. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന പഠന കേന്ദ്രത്തിൽ ഇന്ന് 100 കണക്കിന് കുട്ടികളുണ്ട്. അമ്മയുടെ മുഖത്ത് നോക്കി അമ്മേ എന്ന് വിളിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കുട്ടി ഇന്ന് 100-ലധികം പാട്ടുകൾ മനോഹരമായി പാടുന്നു എന്നുണ്ടെങ്കിൽ അതല്ലേ അച്ഛാ ഏറ്റവും വലിയ മാജിക്ക്? മാജിക്കിൻ്റെ ഒരു ഉപകരണം പോലും സ്വന്തമായി കൈകളിൽ പിടിക്കാൻ കഴിയാതിരുന്ന കുട്ടികൾ ഇന്ന് ജാലവിദ്യാ പ്രകടനങ്ങൾ നടത്തി ജീവിത വരുമാനം ഉണ്ടാക്കുന്നു. അതിലും വലിയ എന്ത് മാജിക് അണച്ചാൽ എനിക്ക് ചെയ്യാൻ സാധിക്കുക? ഓട്ടിസവും സെറിബ്രൽ പൾസിയുമുള്ള മക്കൾ,
കാഴ്ചയും കേൾവിയുമില്ലാത്തവർ. അവരൊക്കെ പതുക്കെ പതുക്കെ സ്വയം പര്യാപ്തരായി മാറുന്നത് കണ്ടു നിൽക്കുമ്പോൾ വേദിയിൽ ഒരു കാലത്ത് കാണിച്ച മാജിക്കുകളുടെ നിസ്സാരത ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കാസർഗോഡിൻ്റെ മണ്ണിൽ ഒരാശ്വാസ കേന്ദ്രം എന്നതാണ് ഇനിയുള്ള എൻ്റെ സ്വപ്നം. മുഖ്യമന്ത്രി അതിന് തറക്കല്ലിട്ട് കഴിഞ്ഞു. 1000 ദിവസങ്ങൾ കൊണ്ട് അത് പൂർത്തിയാക്കണം. അച്ഛൻ അനുഗ്രഹിക്കണം. കുട്ടി കഴുകന്റെ കഥ കേട്ടിട്ടില്ലേ? മേഘങ്ങൾ വന്ന് മൂടുമ്പോൾ, കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോൾ അതിൻ്റെയും മുകളിലേക്ക് കഴുകൻ പറന്നുയരും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനെയൊക്കെ മറികടന്ന് ആ കഴുകൻ ആകാശത്തോളം പറന്നുയർന്നിരിക്കും. ആ സ്വപ്നം അത് ഉപേക്ഷിക്കുന്ന പ്രശ്നമേയില്ല. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് ഉപേക്ഷിക്കരുത്. അച്ഛൻ്റെ മാറിലെ ചൂടുമായി വിഷാദം നിറഞ്ഞ ഒരു കാറ്റ് എന്നെ തേടി വരാറുണ്ട്. എപ്പോഴും അതിൽ അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ വിയർപ്പ് മണമുണ്ടാവും. എന്നെക്കുറിച്ചുള്ള ആധിയുടെ കിതപ്പുകളുണ്ടാവും. വാത്സല്യത്തിൻ്റെ കടലിരമ്പമുണ്ടാവും. ഇന്നും ഞാൻ മനസ്സുകൊണ്ട് അച്ഛൻ്റെ നെഞ്ചിൽ ചെവി ചേർത്ത് കിടക്കാറുണ്ട്. ആ ഹൃദയമിടിപ്പുകളിലൂടെ ഇന്നും അച്ഛൻ എന്നോട് പറയാറുണ്ട്, ഉപേക്ഷിക്കരുത്, ഉപേക്ഷിക്കരുത്. അപ്പോൾ ഞാൻ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികൾ മനസ്സുകൊണ്ട് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വരികൾ. ഇഫ് നോ വൺ റെസ്പോൺസ് ടു യുവർ കോൾ, വാക്ക് അലോൺ, വാക്ക് അലോൺ, വാക്ക് അലോൺ. അമ്മ ചൊല്ലിത്തന്ന മന്ത്രമച്ചൻ നാവിലം മിഞ്ഞപ്പാൽ പോലെ
മധുരമച്ചൻ മുന്നിൽ വെളിച്ചമാണിന്നുമച്ചൻ എന്റെ പിന്നിൽ നിഴൽ പോലെ എന്നുമച്ചൻ